ഹലോ ഫ്രണ്ട്സ്, 2016 പുറത്തിറങ്ങിയ സുൽത്താൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആകാശ് ഒബറോയ് എന്നൊരു ബിസിനസ്സുകാരൻ ഇന്ത്യയിൽ മിക്സ്ഡ് മാർഷ്യൽ ആർട്സ് വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി പരിപാടി നഷ്ടത്തിലാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ഇന്ത്യൻ റെസ്ലർ ഈ ടൂർണമെന്റിൽ വന്നാൽ ചിലപ്പോൾ കഥ മാറുമെന്നും അതിനായി പഴയ ഒരു നാഷണൽ ലെവൽ ചാമ്പ്യനും ഒളിമ്പിക് മെഡൽ ജേതാവുമായ സുൽത്താൻ അലി ഖാൻ വരണമെന്നും. അങ്ങനെ അയാളെ അന്വേഷിച്ച് ഹരിയാനയുടെ തെരുവുകളിലേക്ക് ഇറങ്ങുന്ന ആകാശ്. പക്ഷേ കാണുന്നത് മത്സരിക്കാൻ മറന്ന, വയറൊക്കെ ചാടി ഔട്ട് ഓഫ് ഷേപ്പായി ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്ന സാധാരണ മനുഷ്യനെയാണ്. സുൽത്താൻ ആരായിരുന്നുവെന്നും അയാളുടെ കഴിഞ്ഞുപോയ ജീവിതവും തകർന്ന പ്രണയവും പിന്നെ റിങ്ങിലേക്കും അവിടെ നിന്ന് പതിയെ പതിയെ ജീവിതത്തിലേക്കുമുള്ള അയാളുടെ തിരിച്ചുവരവാണ് ചിത്രം പറയുന്നത്. വെറും ഒരു സ്പോർട്സ് ഡ്രാമ മാത്രമല്ല ഈ ചിത്രം. ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസം പതിയെ അഹങ്കാരത്തിലേക്ക് വഴിമാറുന്നതും പിന്നീട് തിരിച്ചറിവുണ്ടാകുമ്പോൾ അതിൽ നിന്നും തിരികെ ഉയർത്തെഴുന്നേൽക്കുന്നതുമൊക്കെ ഇതിൽ കാണാം. ജയം മാത്രമല്ല, പരാജയവും ജീവിതത്തിൽ നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ടെന്നും ചിത്രം മനസ്സിലാക്കി തരുന്നു. സൽമാൻ ഖാന്റെ ഏറ്റവും നല്ല പ്രകടനങ്ങളിൽ ഒന്നായി ഈ ചിത്രത്തിലെ പ്രകടനത്തെ വിലയിരുത്താം. ഇനി നായികയിലേക്ക് വന്നാൽ വെറും ഒരു ക്ലീഷേ ബോളിവുഡ് നായികയല്ല ഇതിൽ അനുഷ്ക ശർമ്മ അവതരിപ്പിച്ചിരിക്കുന്ന ആർഫ എന്ന കഥാപാത്രം. ശക്തമായ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് ആർഫ. തന്റെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടെ തന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അവരിലെ അഭിനേതാവ് ചിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. ചിത്രത്തിന് വേണ്ടി അവർ ഗുസ്തിയും ഹരിയാനയിലെ നാട്ടുഭാഷയും പഠിച്ചിരുന്നു. സ്ത്രീകൾ സമൂഹത്തിൽ ഒരിക്കലും പുറകിലാവാൻ പാടില്ല എന്നൊരു സന്ദേശവും ചിത്രം പറയാതെ പറയുന്നുണ്ട്. രൺദീപ് ഹൂഡയെ പോലെയുള്ള സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങൾ എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രം കഥയിലേക്ക് കടന്നുവരുന്ന ഘട്ടത്തിൽ റോക്കി എന്ന സ്റ്റാലോൺ ചിത്രത്തിന് ഒരു ചെറിയ സലാം കൂടി ഈ സിനിമ കൊടുക്കുന്നുണ്ട്. യഥാർത്ഥ MMA പൂർണ്ണമായും ഇങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൊമേഴ്സ്യൽ എന്റർടൈനറായി ചിത്രത്തിനെ കണ്ടാൽ നല്ല കഥയും പാട്ടുകളും ഒക്കെയായി റോക്കി പോലെ തന്നെ ആവേശമുണർത്തുന്ന ഒരു സിനിമയാണ് സുൽത്താൻ. നിങ്ങൾ ഒരു സൽമാൻ ആരാധകനും കൊമേഴ്സ്യൽ ഹിന്ദി സിനിമകൾ ഇഷ്ടപ്പെടുന്നയാളുമാണെങ്കിൽ ഈ ചിത്രം വളരെയധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. മുൻപ് കണ്ടവർ ചിത്രത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഇതുപോലുള്ള മറ്റ് ചില ചിത്രങ്ങളുമായി അടുത്ത